തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തിൻ്റെ പിന്നിൽ, പ്രത്യേകിച്ചും പിണറായി വിജയൻ്റെ മുൻപിൽ പാറ പോലെ ഉറച്ചു തന്നെ നിൽക്കുകയായിരുന്നു. പിണറായി വിജയൻ്റെ മനസ്സിലിരിപ്പെല്ലാം മനസ്സിലാക്കി ആരെയൊക്കെ കളിയാക്കണം, അവഹേളിക്കണം, ആരെയൊക്കെ താറടിക്കണം, ആരെയൊക്കെ പ്രോത്സാഹിപ്പിക്കണം, പുകഴ്ത്തണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. ഏതായാലും പിണറായി വിജയൻ നന്ദിയുള്ളവനായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ തനിക്ക് വേണ്ടി ഇങ്ങനെ അകമഴിഞ്ഞ് പ്രവർത്തിക്കുന്നതിൽ അങ്ങേയറ്റം സന്തുഷ്ടനായി സ്വന്തം കാറിൽ വരെ കയറ്റി നമ്മുടെ അയ്യപ്പ മഹാസമ്മേളനത്തിൽ പോലും പങ്കെടുപ്പിച്ച ആളാണ്. അങ്ങനെ പിണറായിയോടൊപ്പം ചേർന്ന് നിന്ന വെള്ളാപ്പള്ളി നടേശൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നെ പിണറായിയുമായിട്ട് വലിയ അടുപ്പമൊന്നും കാണിച്ചില്ല. തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും പ്രവർത്തിച്ചതായിട്ടോ പിണറായിക്ക് വോട്ട് ചെയ്യണമെന്ന് പ്രഖ്യാപിച്ചതായിട്ടോ ഒന്നും തന്നെ പരസ്യമായി എങ്ങും വന്നിട്ടില്ല. പക്ഷെ അതിൻ്റെ കാരണം ഇപ്പോഴാണ് വ്യക്തമായത്. വെള്ളാപ്പള്ളി നടേശന് മനസ്സിലായി ഈ തെരഞ്ഞെടുപ്പിൽ LDF തറ പറ്റാൻ സാധ്യതയുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ പിണറായിയോടൊപ്പം ചേർന്നങ്ങ് നിന്നാൽ പിണറായി ജയിക്കുന്നില്ല, കോൺഗ്രസ്സാണ് ജയിക്കുന്നതെങ്കിൽ തനിക്കെതിരെയുള്ള കേസുകളിലെല്ലാം തന്നെ പടപടപടാന്ന് വാറണ്ട് വരും, അകത്താകും. അതിനുവേണ്ടി വെള്ളാപ്പള്ളി കോൺഗ്രസുമായി UDF നേതാക്കന്മാരുമായൊക്കെ നല്ലൊരു ലൈസൺ ഉണ്ടാക്കി, പ്രത്യേകിച്ച് VD സതീശനുമായിട്ട്. വെള്ളാപ്പള്ളി മാത്രമല്ല, മോനും, അതായത് NDAയുടെ ചെയർമാനായിട്ടുള്ള BDJS എന്ന് പറയുന്ന NDAയുടെ ഘടകകക്ഷിയായിട്ടുള്ള ആ പ്രസ്ഥാനത്തിൻ്റെ ചെയർമാനും പ്രസിഡന്റും എല്ലാമായ VD സതീശനുമായി അദ്ദേഹവും വേണ്ടത്ര അടുത്തു. ഏതാണ്ട് ഇടപാടുകളൊക്കെ നടന്നു. അതിൻ്റെ പ്രകടമായ തെളിവാണ് മന്ത്രിസഭാ രൂപീകരണത്തിന് ശേഷം നമ്മുടെ VD സതീശനെ തുഷാർ വെള്ളാപ്പള്ളിയും അദ്ദേഹത്തിൻ്റെ കൂടെ ചില സഹകാരികളുമൊക്കെയായി പോയി കണ്ടിരിക്കുന്നു, അഭിനന്ദിച്ചിരിക്കുന്നു, ആശീർവാദം നേടിയിരിക്കുന്നു. അപാര സൗഹൃദം, ഭയങ്കര സൗഹൃദം. അവിടെ തീർന്നില്ല. നമ്മുടെ രമേശ് ചെന്നിത്തല അദ്ദേഹം വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ പോയി ഭവന സന്ദർശനം നടത്തി. അങ്ങേയറ്റം അഭിനന്ദനങ്ങൾ, തങ്ങളോട് ചെയ്തു തന്ന എല്ലാ സഹായത്തിനുമുള്ള കടപ്പാടുകൾ എല്ലാം രേഖപ്പെടുത്തി. അവിടെയും തീർന്നില്ല. ഞങ്ങളുടെ കൊല്ലത്ത് നിന്ന് ജയിച്ച നമ്മുടെ ബിന്ദു കൃഷ്ണ അവരും പോയി വെള്ളാപ്പള്ളി നടേശനെ കണ്ടു. തങ്ങളോട് ചെയ്തു തന്ന, തങ്ങൾക്ക് ഈ വിജയത്തിന് വേണ്ടി എല്ലാം സഹായങ്ങളും അടിയൽ നിന്നുകൊണ്ട് പ്രകടമല്ലാതെ ചെയ്തു തന്ന അദ്ദേഹത്തിന് നന്ദി പറഞ്ഞു എന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെ ചതി നടന്നു. ചതിയൻ തുഷാർ വെള്ളാപ്പള്ളി BJPയോടൊപ്പം നിന്നു, BJPയെ ചതിച്ചു. പിണറായി വിജയൻ ഇടതുപക്ഷത്തിനൊപ്പം നിന്നു, പിണറായിക്കൊപ്പം നിന്നു, പിണറായിയെയും ചതിച്ചു, ഇടതുപക്ഷത്തെയും ചതിച്ചു. അങ്ങനെ അച്ഛനും മകനും ഇടതുപക്ഷത്തെയും NDAയും ചതിച്ചു. ചതിയൻ ചന്തുമാരായി അവർ മാറിയിരിക്കുകയാണ്. വെള്ളാപ്പള്ളിക്ക് തൻ്റെ കേസുകളിൽ നിന്നും ഊരണം, അതിൽ പെട്ടു പോകരുത്. അതിന് ഇടതുപക്ഷം വന്നാലും പിടി വേണം, വലതുപക്ഷം വന്നാലും പിടി വേണം. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് കയ്യിലുണ്ട്. അങ്ങനെ ഇടതിനെയും വലതിനെയും കേന്ദ്രം ഭരിക്കുന്ന BJPയെയും ഒപ്പം കയ്യിലെടുത്തുകൊണ്ട് തൻ്റെ സേഫ്റ്റി, സുരക്ഷിതത്വം ഉറപ്പുവരുത്തി മുന്നോട്ട് നീങ്ങുന്ന ഒരു മഹാതന്ത്രജ്ഞനാണ് അദ്ദേഹം. ഇവിടെ കബളിപ്പിക്കപ്പെട്ടവർ ഇപ്പോൾ പരസ്പരം നോക്കി നെഞ്ചത്തിടിച്ച് നിലവിളിച്ചുകൊണ്ടേ നടക്കുകയാണ്.